നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാരുടെ 2025 എന്ന പുതുവർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തം നക്ഷത്രം കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകത നോക്കുമ്പോൾ അവർ പൊതുവെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അത് സഹിക്കുകയും പ്രതിസന്ധികളുണ്ടായാലും അതിനെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരാണ്. എല്ലാവരോടും സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാവരുടെയും സ്നേഹവും വിശ്വാസമൊക്കെ നേടിയെടുക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ശത്രുക്കളെ പോലും സഹായിക്കുന്ന സ്വഭാവം ചിലപ്പം കാണിച്ചേക്കും. ലളിതമായ ജീവിതം നയിക്കാനാണ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത്. വൃത്തിയും സ്വച്ഛതയുമുള്ള ഒരു ജീവിതമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്നവരെ ഇവർക്ക് വെറുപ്പാണ്. അവരുമായിട്ട് കലഹിക്കുകയും അടികൂടുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് അവരുടെ വർഷഫലം നോക്കാം. കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. വർഷാരംഭത്തിൽ ശനി അവരുടെ 6ാം ഭാവത്തിലാണ്. അപ്പോൾ 6ൽ ശനി എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ്. ശത്രുനാശമാണ് ഏറ്റവും പ്രധാന ഫലം. ശത്രുക്കളുടെ ഒരു പ്രവർത്തനവും നമുക്കെതിരെ ഫലിക്കാതെ വരും. പിന്നെന്താണ്, രോഗങ്ങളൊക്കെ കുറയും. കടങ്ങളൊക്കെ നല്ലൊരു പരിധി വരെ അടയ്ക്കാനായിട്ട് സാധിക്കും. മാർച്ച് 29 വരെ ശനി 6ാം ഭാവത്തിൽ തുടരുന്നു. അത് കഴിഞ്ഞിട്ട് ശനി മീനൻ രാശിയിലേക്ക് മാറുന്നു. ആ സമയത്ത് കണ്ടക ശനി ആരംഭിക്കും. അതായത് 7ലാകും ശനി. അതുപോലെ വ്യാഴം അവരുടെ ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. മെയ് 14 ആകുമ്പോഴത്തേക്കും വ്യാഴം 10ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മഭാവത്തിലേക്ക് പ്രവേശിക്കും. 10ാം ഭാവം കർമ്മഭാവമായതുകൊണ്ട് കർമ്മവ്യാഴം ആയിട്ട് മാറും. 10ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് പിരിമുറുക്കങ്ങളും ഒക്കെ വർദ്ധിക്കും. അതായത് വർഷമധ്യത്തിന് ശേഷം. ഈ വർഷം അത്തം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും വിജയകരമായിട്ടത് നടത്തിക്കൊണ്ടു പോകാനുമുള്ള യോഗമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കരുതലോടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന വർഷമാണ്. വർഷത്തിൻ്റെ ആദ്യം ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം സാധിക്കുന്നതാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാകും, ഭാഗ്യപുഷ്ടി ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. നഷ്ടത്തിലായ പല ബിസിനസ്സുകളും വീണ്ടും നമുക്ക് ആരംഭിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഹയർ സ്റ്റഡീസിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കും. വർഷമധ്യം വരെ അനുകൂലമാണ് കുടുംബത്തിലെ അന്തരീക്ഷം. ഈ വർഷമധ്യം കഴിയുമ്പോൾ എന്താണ്, ശനി 6ൽ നിന്ന് 7ലേക്ക് മാറും. 7ാം ഭാവം ദാമ്പത്യ കാര്യങ്ങളുടെയും പങ്കാളിത്ത ബിസിനസ്സിൻ്റെയും സുഹൃത്ത് ബന്ധങ്ങളുടെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, ഒരു ഭാവമാണ്. അപ്പോൾ അങ്ങോട്ട് ശനി വന്നു കഴിയുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായിട്ട്. എന്നാൽ അതേസമയത്ത് IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ, നല്ല ജോലി ഒക്കെ കിട്ടുന്നതാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഏതൊരു കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിക്കാനും കഴിയും. അതുപോലെ 4ാം ഭാവം ജനന സമയത്ത് ശുഭഗ്രഹ സഹിതം നിൽക്കുകയാണെങ്കിൽ, വ്യാഴമൊക്കെ നല്ല ഭാവത്തിൽ നിന്ന് 4ാം ഭാവത്തെ വീക്ഷിക്കുകയൊക്കെ ആണെങ്കിൽ വീട് വാങ്ങിക്കാനുള്ള യോഗം ഉണ്ട്. ഒരു വീടുള്ള ആൾക്കാർക്ക് പോലും ഒരു വീടൂടെ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗൃഹങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം ഈ വർഷം ഉണ്ട്. പിന്നെ മാർച്ച് മാസം ഒടുവിലെ ശനിയുടെ മാറ്റം കൊണ്ട് കണ്ടകശനിയാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ വ്യാഴമാറ്റവും കൂടെ ഉണ്ടാകും. കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. അന്യദേശത്ത് തൊഴിൽ ലഭിച്ച് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് വീട് വിട്ട്. വാഹനയോഗം ലഭിക്കാൻ യോഗമുണ്ട്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് പുതിയ വ്യാപാര മാർഗങ്ങൾ, അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ തേടുന്നതാണ്. പിന്നെ സർക്കാർ നടപടിക്രമങ്ങളിലൊക്കെ നിയമം പാലിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം പല ദുശ്ശീലങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതാണ്. പിന്നെ
തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമൊക്കെ മാറിയിട്ട് സമൂഹവുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്നത് കൊണ്ട് മനസ്സമാധാനവും സമൂഹത്തിലെ അംഗീകാരവും കുറേയേറെ കൂട്ടുകാരും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. മനസ്സമാധാനം ഉണ്ടാകും, ആത്മവിശ്വാസം വർദ്ധിക്കും, കാര്യനിർവഹണ ശേഷി വർദ്ധിക്കും, ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും. ഈ വർഷമധ്യത്തിന് ശേഷം വ്യാഴം മാറുന്നത് കൊണ്ട് അല്പം ദൈവാനുഗ്രഹം കുറയുമെങ്കിലും കഴിവ് നന്നായിട്ട് പ്രകടിപ്പിക്കാൻ പല മേഖലകളിലും സാധിക്കുന്നതാണ്. സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ അവസരങ്ങൾ വന്നു ചേരും. പിന്നെ കുടുംബത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടായാലും, അതായത് ഒന്നിലേറെ ആളുകൾ പല രീതിയിൽ അഭിപ്രായം പറഞ്ഞാലും അവയിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും, അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്ന കഴിവ് സിദ്ധിക്കുന്നതാണ്. ജോലിയിലൊക്കെ ഉള്ളവർക്ക് ഔദ്യോഗിക പരിശീലനത്തിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പ്രൊമോഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ജോലിയോടൊപ്പം തന്നെ ചില കോഴ്സിനൊക്കെ ചേരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അതിൽ നിന്ന് ഒരു അഭിമാനവും തോന്നുന്നതാണ്. പുതിയ വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. പിന്നെ ഈ വർഷത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതുണ്ടാകും. കഫരോഗം, നീർവീഴ്ച രോഗമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാഹനം ഒന്ന് മാറ്റി വാങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നിക്ഷേപമൊക്കെ സ്വീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ലാഭവിഹിതം സഹിതം അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ചില വ്യവസ്ഥകളിൽ ഏർപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കണം, രേഖകളും രസീതുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. കാരണം ഈ ശനി 7-ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് പങ്കാളികളുമായിട്ട് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പം ധനപരമായ കാര്യമാണെങ്കിലും വ്യാപാരവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും കുടുംബകാര്യമാണെങ്കിലും നന്നായിട്ടൊന്ന് ശ്രദ്ധ പുലർത്തണം. ആ കാര്യത്തിൽ വെറും അലസമായിട്ട് നമുക്ക് ഓരോ കാര്യവും വിട്ടുകളയാൻ പറ്റുന്ന സമയമല്ല. പിന്നെ പൂർവിക സ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇടപെട്ട് ചില സുഹൃത്തുക്കളും പിണക്കത്തിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ സഹായിക്കും, സുഹൃത്തുക്കൾക്ക് ഉപദേശം നൽകും, മേലധികാരിക്ക് പകരമായിട്ട് ആ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനുള്ള യോഗമുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും ആത്മീയ കാര്യങ്ങൾക്ക്. പിന്നെ സങ്കുചിത ചിന്തകളിൽ നിന്നൊക്കെ മാറി പുരോഗമനാത്മകമായിട്ട് പ്രവർത്തിക്കാൻ യോഗമുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ബന്ധുക്കൾക്കിടയിൽ നല്ല സ്ഥാനം ലഭിക്കുന്നതാണ്. പിന്നെ ഇവർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉപകാരം ചെയ്ത് കൊടുത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കാര്യം സാധിച്ചുകൊണ്ട് പോയി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ സമീപിക്കുമ്പം ആ ഓർമ്മയില്ലാതെ, ആ സ്മരണയില്ലാതെ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വേദനയുണ്ടാകും. ആ ഒരു അനുഭവം അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതാണ് നമുക്ക് ഈ വർഷത്തെ ചുരുക്കത്തിൽ ഉള്ള ഫലങ്ങൾ പറയാനുള്ളത്. പിന്നെ വഴിപാടുകൾ, പരിഹാരങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അത്തം നക്ഷത്രക്കാർ ഗണപതി പ്രീതി വരുത്തുന്നത് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷമൊക്കെ കിട്ടാനായിട്ട് വളരെ ഉത്തമമാണ്. ശനിദശ, രാഹുദശ, കേതുദശ, ഈ 3 ദശാകാലങ്ങളും അവർക്ക് ഗുണകരമല്ല. അപ്പോൾ ഈ ദശാകാലങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ശനി, രാഹു, കേതു ഈ ഗ്രഹങ്ങളുടെ കാലത്തിലോ മുന്നോട്ട് പോകുന്നവർ ഉചിതമായ പരിഹാരങ്ങൾ ചെയ്ത് പോകേണ്ടതാണ്. ആ രംഗത്ത് നല്ല പ്രാഗൽഭ്യമുള്ളവരുടെ ഉപദേശം തേടുക. രാഹുർദശയോ കേതുർദശയോ ആണെങ്കിൽ നല്ല ശുദ്ധിയായിട്ട് രാഹു കേതു പ്രീതി വരുത്തുകയും സുബ്രഹ്മണ്യ ഉപാസന ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ സർപ്പ സംബന്ധമായ ചില കാര്യങ്ങൾക്ക് സുബ്രഹ്മണ്യ ഉപാസന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ സർപ്പബലി, നാഗരൂട്ട്, ആയില്യപൂജ, അഭിഷേകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർപ്പപ്രീതിക്കായിട്ട് ചെയ്യാം. നമ്മുടെ സാമ്പത്തികവും നമ്മുടെ അടുത്ത് ഉള്ള ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് അത് ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം നേദിച്ചാൽ നന്നായിരിക്കും, അതൊന്ന് നോക്കുക. പഞ്ചാമൃതം, ത്രിമധുരം തുടങ്ങി പല പല വഴിപാടുകളുണ്ട്. സന്താനയോഗത്തിനുള്ള വഴിപാടുകളുണ്ട്. അപ്പം സർപ്പ സംബന്ധമായിട്ട് വരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരം സുബ്രഹ്മണ്യ സ്വാമിക്കൂടെ ചെയ്താൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും.
ഗണപതി പ്രീതിയും ആദിത്യപ്രീതിയും കൂടെ വരുന്നതും നല്ലതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ഗണേശ സഹസ്രനാമം നിത്യവും ചൊല്ലുക. ഈ ഗണേശ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ 1008 ഭാവങ്ങളിലുള്ള സങ്കല്പങ്ങൾ കോർത്തിണക്കിയതാണ്. അത് ജപിക്കുക. അത് വളരെ നല്ലതാണ് ഐശ്വര്യത്തിന്. പിന്നെ അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അത്തം നക്ഷത്രക്കാർ അത്തം, തിരുവോണം തുടങ്ങിയ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാട് ചെയ്യേണ്ടതാണ്. രാശിയാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും അത്തം നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ്. ഇത്രയൊക്കെ ചെയ്താൽ കാര്യമായ ദോഷമില്ലാതെ മുന്നോട്ട് പോകാം. ഏതായാലും വ്യാപാര സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല. ഈ ഗ്രഹങ്ങൾ മാറുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷനൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതാണോ ശരി, ഇതാണോ ശരി എന്ന് മനസ്സിലൊരു സംശയം നിഴലിക്കുന്ന അവസ്ഥ, മൊത്തത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അത്തം നക്ഷത്രക്കാർക്ക് അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയും കഴിവും ധൈര്യവും എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പരിഹാരങ്ങൾ കൂടെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കട്ടെ. ഈ വർഷം വളരെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.